LDF-നോട് ചേർന്ന് ഇനി പ്രവർത്തിക്കും. കോൺഗ്രസിനെ ഇപ്പം എനിക്ക് വിശ്വാസം ഇല്ലാണ്ടായി ഈ വൈരാഗ്യം. അത് കഴിഞ്ഞ ടൈമിൽ മത്സരിക്കാൻ വേറൊരു വാർഡിൽ പോയി എന്നോടൊന്ന് മത്സരിക്കാൻ പറഞ്ഞു. അവിടെ വേറെ ആളില്ല, ഔസേപ്പ് അവിടെ പോയി മത്സരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി മത്സരിച്ചു. ആൾ വിചാരിച്ച് ഞാൻ തോൽക്കുന്നു. അവിടെ ജനങ്ങൾ എന്നെ ഏറ്റെടുത്തു, ഞാൻ ജയിച്ചു. അപ്പം ഇപ്രാവശ്യം സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിക്കണമെന്ന് നിർബന്ധം പിടിച്ചതിൽ ഒരാൾ ഇദ്ദേഹം തന്നെയായിരുന്നു. അവിടെയും ഉറപ്പായിട്ട് തോൽക്കുന്ന കരുതിയിരുന്നു ആൾ. പക്ഷെ എന്തോ അത് റിസൾട്ട് നമ്മുടെ കൗണ്ടിങ് ഹാളിൽ വെച്ച് എനിക്ക് മുൻപ് ഒരാളുടെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചെടുത്ത് പൊക്കി ആ സന്തോഷം ആൾ പങ്കുവച്ചു. ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു കൈ തന്നു മാത്രം അതിലൊതുങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജയിക്കുന്ന ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന്. ഇത്തരത്തിലാണ് ഇദ്ദേഹം എന്നോടുള്ള സമീപനങ്ങളായി പോന്നിരുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് എനിക്കെതിരുള്ള ഈ ആരോപണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. BJP ആയിട്ടുള്ള ഒരു കൂട്ട് ഇനിയും ഉണ്ടാവില്ല, ഇന്നലെയും ഉണ്ടായിട്ടില്ല. BJPയുടെ നേതാക്കൾ പലരും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഞാൻ ഒരാളുടെ ഫോണും ഇതുവരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരാളായിട്ട് ഒരു സംസാരം ഉണ്ടായിട്ടില്ല. എലക്ഷൻ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഇവരെന്നെ വിളിക്കുന്നുണ്ട്. ഇല്ലില്ല, അതായത് BJPയിൽ ഇപ്പൊ ഈ ജയിച്ച അതുൽ കൃഷ്ണ, സുനിൽ കുമാർ, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പല ഏജന്റുമാര് പോലെ പ്രവർത്തിക്കുന്ന പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇതൊന്ന് സമ്മതിച്ച് തന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതുൽ കൃഷ്ണ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. അതുൽ കൃഷ്ണയുടെ ഫോൺ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ നമ്പർ കണ്ടപ്പോൾ ഞാൻ പിന്നെ, കാരണം എന്തെങ്കിലും ഒന്ന് പറയണം. ഇവരൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് സേവ് ചെയ്ത് നാളെ അത് മറ്റേ പുറത്ത് പല ആളുകളും ഇല്ല 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 ഞാൻ എന്നെ നേരിട്ട് ചന്ദ്രൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചന്ദ്രനോട് ചോദിക്കുകയാണ്, നമ്മൾ ഭരിക്കുമെന്ന ആൾ ഉറപ്പ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് അത് എങ്ങനെയാണ് അത്. അപ്പോഴാണ് ആള് പറയുന്നത് BJP-ക്കാർ നമുക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ കൈപ്പത്തിയിൽ മത്സരിച്ച 3 പേര് BJP സ്ഥാനാർത്ഥികൾ BJP-ക്ക് പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞു. 3 സ്ഥലത്ത് അതേപോലെ തന്നെ അവസരക്ക് വലിയ പൈസ വാങ്ങിയിട്ടാണ് CPM മാറുന്നത്. അങ്ങനെ ഈ BJP-ക്കാരുമായിട്ട് കൈപ്പത്തിയിൽ മത്സരിച്ച അവസരമായിട്ട് വാർഡ് ഉൾപ്പെടെ BJP-ക്ക് വേണ്ടി വർക്ക് ചെയ്ത് BJP-യിലേക്ക് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്ന ഈ എൻ്റെ വാർഡിലുള്ള ഒരു വ്യക്തി, ഒരു സജീവ് കുമാർ എന്ന് പറയുന്ന ആളാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സമയത്താണോ അതിന് മുൻപേ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയെ ജയിക്കുള്ളൂ, വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബെറ്റ് വെച്ചോ, ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് ബെറ്റ് വയ്ക്കാമെന്നുള്ള ഒരു വോയിസ്. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് ഇലക്ഷനുമായിട്ടുള്ളതാണോ അത് അതിന് മുൻപുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം എനിക്കൊരു എതിരാളി ആയിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കമന്റുകൾക്കും ഞാൻ ചെവി കൊടുത്തിരുന്നില്ല. കാരണം നമുക്ക് ആരെ ഇല്ല ഇല്ല ഞാനൊരു സ്വതന്ത്രനായിട്ടാണ് ജയിച്ചതിന് ശേഷമാണ് ഈ നമ്മുടെ നേതാവ് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയണേ. അപ്പൊ ഞാൻ അതില് ഇല്ല 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 ഞാൻ എന്നെ UDF കൈവിട്ടപ്പോഴാണ് എനിക്ക് ഏതെങ്കിലും ഒരു പക്ഷത്ത്, ഒരു സ്വതന്ത്രനായി ജയിച്ച ഒരാള് ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരാന്നുള്ളത് ഒരു നീതികേടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരണമല്ലോ. അപ്പൊ LDF-നോട് ചേർന്ന് ഇനി പ്രവർത്തിക്കും. കോൺഗ്രസിനെ ഇപ്പൊ എനിക്ക് വിശ്വാസം ഇല്ലാണ്ടായി. കാരണം ഇതിന് തന്നെ കോൺഗ്രസിന്റെ ബ്ലോക്ക് നേതൃത്വം, ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം പോലും ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ അവരിടപെട്ട രീതി NDA, LDF, UDF ഇത് കൂടാതെ ഒരു സ്വതന്ത്രൻ, ഞാനടക്കം 5 പേരുണ്ടായിരുന്നു. LDF-ന് ഒരു പ്രചരണം, കാരണം LDF എൻ്റെ 2ാം സ്ഥാനത്തല്ല 3ാം സ്ഥാനത്താണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് BJP-നെ ആയിരുന്നു. അപ്പൊ BJP-നെയാണ് ഞാൻ നേരിട്ട് എതിരിട്ടിരുന്നത്.